മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ യുവാക്കൾ വാർദ്ധക്യത്തെ കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ യുവത്വം തന്നെ ഞാനെന്നും ഇങ്ങനെയാവും എന്നുള്ള ധാരണയിലാണ്. ആരോഗ്യമുള്ളവർ രോഗത്തെക്കുറിച്ച് ചിന്തിക്കൂല. എനിക്കെന്നും ഈ ആരോഗ്യം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ്. ജീവിക്കുന്നവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂല. ഞാൻ എന്നും ജീവിക്കും എന്നുള്ള ധാരണയിലാണ്. എന്ത് അപകടമാണത്, എന്ത് അപകടമാണ്. അള്ളാഹു തആല പറഞ്ഞു, സഹോദരി നമ്മൾ ആലോചിച്ച് വെക്കും, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള നാമും ഇപ്പോഴുള്ള നാമും 10 വർഷങ്ങൾക്ക് നാം എന്താവും എന്നുള്ളത് അത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ ഓരോ ദിവസം നോക്കുമ്പോ അല്ലെങ്കിൽ ഓരോ വർഷവും നോക്കുമ്പോ നമ്മുടെ ശരീരത്തിനും രൂപത്തിനും വരുന്ന ഓരോ മാറ്റം നാം തീരുമാനിക്കുന്നതല്ല, നാം ഉദ്ദേശിക്കുന്നത് പോലെയുമല്ല. നമ്മുടെ ജീവിതത്തിലൂടെ സമയം കടന്നു പോകുമ്പോൾ നാം അറിയാതെ നമുക്ക് മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ ചിന്തയിൽ, സ്വഭാവത്തിൽ, നമ്മുടെ രൂപത്തിൽ എല്ലാം വരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം, നമ്മളിൽ വരുന്ന ഓരോ ഘട്ടവും നാം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെ ഈ പോകുന്നത് എന്നുള്ളത്. പക്ഷെ അധിക ആളുകളും അതിനെക്കുറിച്ച് ഗഫലത്തിലായിരിക്കും. അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ സമയമെടുക്കൂല, അശ്രദ്ധയിലായിരിക്കും. ഓരോരുത്തർക്കും അറിയാം തന്റെ ദുർബലത എത്രത്തോളമാണെന്ന് ഓരോരുത്തർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തി വൽ ഫറാഹ്. 2 അനുഗ്രഹങ്ങൾ അധിക മനുഷ്യരും വഞ്ചിതരായി പോകുന്ന, പറ്റിക്കപ്പെട്ടു പോകുന്ന 2 അനുഗ്രഹങ്ങൾ, അസ്സിഹ വൽ ഫറാഹ്. ഒന്ന് ആരോഗ്യം, ഒന്ന് അവന്റെ ഒഴിവ് സമയം എന്നുള്ളത്. ആരോഗ്യവും ഒഴിവ് സമയം എന്നുള്ളത്. സഹോദരങ്ങളെ, നാം പറയട്ടെ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, മനുഷ്യൻ എന്നുള്ള നിലക്ക്, മരണപ്പെടേണ്ടവനാണ് എന്നുള്ള നിലക്ക് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഹദീസാണത്. പലപ്പോഴും നമുക്ക് മനസ്സിലാവൂല സിഹത്തിന്റെ, ആരോഗ്യത്തിന്റെ വില എന്താണെന്ന്. അതൊരു കിരീടമാണ് രോഗികൾക്ക് മാത്രം കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർ, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു യാത്ര പോയി. ഒരുപാട് രോഗികളെ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ആയിട്ടുള്ള ഒരുപാട് രോഗികളെ. ഓരോ രോഗിയെ സന്ദർശിച്ചിറങ്ങുമ്പോഴും അറിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ ആരോഗ്യത്തിന് മുമ്പിൽ, നമുക്ക് സാധിക്കുന്നതിന് മുമ്പിൽ. സഹോദരങ്ങളെ, ഒരു സഹോദരനെ ഞാൻ കണ്ടു, 22 വയസ്സേ ഉള്ളൂ. അവന്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിക്കണം. അങ്ങനെ കിഡ്നി കുടുംബക്കാരെല്ലാം പണം സ്വരൂപിച്ച് ചെലവഴിച്ച് അവന്റെ ഒരു കിഡ്നി മാറ്റിവെച്ച് കിഡ്നി വാങ്ങി. 10-25 ലക്ഷം രൂപ ചെലവായി കിഡ്നി വാങ്ങി. ആ കിഡ്നി മാറ്റിവെച്ചിട്ട് ആ കിഡ്നി അവന്റെ ശരീരം എടുക്കുന്നില്ല, അഥവാ ആ കിഡ്നി അവന്റെ ശരീരം സ്വീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എത്ര ആളുകൾക്ക് അറിയുമെന്നറിയില്ല, കിഡ്നി പ്രവർത്തിച്ചില്ലെങ്കിൽ ഡയാലിസിസ് പറഞ്ഞൊരു കാര്യം ചെയ്യും. അവന്റെ കയ്യിൽ ഫിസ്റ്റുല പറഞ്ഞ കാര്യം വെക്കും, അത് കയ്യിൽ എടുക്കുന്നില്ല. കഴുത്തിൽ വെച്ചു, കഴുത്തിലും നടക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, 22 വയസ്സ്. ആരോഗ്യം കണ്ടു, അവനുമായി സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ്. മറ്റൊരു ചെറുപ്പക്കാരൻ 19 വയസ്സ്. അവന്റെ എല്ലിനകത്ത് ഏറ്റവും, ആ ഡോക്ടർ പറയാണ്, ഡോക്ടർമാരുടെ ഭാഷയിൽ അതിന് പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, എല്ലിനകത്ത് ക്യാൻസറിൽ തന്നെ ഏറ്റവും വലിയൊരു ക്യാൻസർ. അത് കയ്യിന് വന്നിട്ട് ആദ്യം ബുദ്ധിമുട്ടായിട്ട് കൈ മുറിച്ചു കളഞ്ഞു. 19 വയസ്സുള്ള കുട്ടി കൈ മുറിച്ചു കളഞ്ഞു. അതിനുശേഷം അത് മാറുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ ആ ക്യാൻസർ അവന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വീണ്ടും വന്നു. അങ്ങനെ ആ ഡോക്ടർ ഈ ഡോക്ടറിന്റെ കൺസൾട്ടിംഗിൽ പറഞ്ഞു, ഇവിടെ കിടത്തിയിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കണം പറഞ്ഞു. ഓരോ സമയത്തും അവൻ ഡോക്ടറെ വിളിക്കും. അവന്റെ പറയും, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ പറയാണ്, എനിക്കറിയാം അവന്റെ സ്പൈനൽ കോഡിന് ക്യാൻസർ ബാധിച്ചിരിക്കും, അവന് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാണ്, അവന്റെ ലങ്സിന് ക്യാൻസർ ബാധിച്ചിരിക്കും, അവന്റെ ഓരോ അവസ്ഥയും ബാധിച്ച് ഭക്ഷണം കഴിക്കാൻ അവന് പറ്റുന്നില്ല. അവസാനം ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ, നമുക്ക് രാവിലെ എഴുന്നേറ്റ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ളത് കുടിക്കുക, നമുക്ക് എന്തും ചെയ്യാം. ഒരു ദിവസം 1/2 ലിറ്റർ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് കണക്ക് കൊടുത്ത് അതിനേക്കാൾ കൂടുതൽ കുടിക്കാൻ പേടിക്കുന്ന രോഗികളുണ്ട്. എന്തുകൊണ്ടറിയോ? മൂത്രം ഒഴിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട്. കിഡ്നി ഫെയിലിയർ ആയവർ മൂത്രം ഒഴിക്കാൻ പേടിച്ചിട്ട് വെള്ളം കുടിക്കാതെ പറ്റാത്ത ആളുകൾ. നമുക്കൊക്കെ സുഖാണ്, നമുക്കെല്ലാം എളുപ്പമാണ്. വേറൊരു സഹോദരൻ, അദ്ദേഹത്തിന് സോറിയാസിസ് പറഞ്ഞ രോഗം, ഒരു ചൊറി വല്ലാതെ ശരീരത്തില് ആ രോഗം വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുഴുക്കൾ വരാൻ തുടങ്ങും. ആ പുഴുക്കളെ എടുത്തിട്ട് വേസ്റ്റ് കളയണം, പുഴുക്കളെ എടുത്ത് കളയണം.
സഹോദരങ്ങളെ, ആഫിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നന്നാസ ലം യുഅതു ശൈഅൻ ഖൈറൻ ഫിദ്ദുനിയ ബിനൽ യഖീനി വൽ ആഫിയ ഫസലൂഹും അല്ലാഹ്. ദുനിയാവിൽ ഒന്നുമില്ല ഒരു മനുഷ്യന് ലഭിക്കുന്നതിൽ ഏറ്റവും ഖൈറായ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഈമാനിലുള്ള യഖീൻ, രണ്ട് ആഫിയത്ത്, ആരോഗ്യം ഖൽബിനും ശരീരത്തിനും. ആ യഖീൻ എന്നുള്ളത് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ. ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ആഫിയത്ത് ആവശ്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊരു തലവേദന വന്നാൽ ശരിക്കും നമസ്കരിക്കാൻ പറ്റൂല. ശരിക്കൊരു കൈകാൽ ക്ഷീണം വന്നാൽ ശരിക്കും നമസ്കരിക്കാനോ ഇബാദത്ത് ചെയ്യാനോ പറ്റൂല. വേറൊന്നിനും വയ്ക്കൂല. എന്നാൽ സഹോദരങ്ങളെ, ഇത്രയൊത്ര രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമാകുന്ന എത്ര ആളുകളുണ്ട് എന്നറിയോ ലോകത്ത്? എത്ര ആളുകൾ. ഈ കൂട്ടത്തിൽ തന്നെ വേറെ രോഗിയെ, നാവില് ക്യാൻസർ വന്ന രോഗിയെ കാണാൻ പോയി. നാവില് ക്യാൻസർ വന്ന് സംസാരിക്കാനും വയ്യ, ഭക്ഷണം കഴിക്കാനും വയ്യ, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതൊക്കെ മരണം കാത്തു കിടക്കുന്ന ആളുകളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കിതൊന്നും ചിന്തിക്കാൻ സമയമല്ല, നമുക്കിതൊന്നും ആലോചിക്കാൻ സമയമല്ല. നമ്മുടെ ശരീരത്തിനകത്ത് നമ്മോട് ചോദിക്കാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് അവയവങ്ങളുണ്ട്. അത് നിയന്ത്രിക്കണ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് നിന്റെ പണി നിർത്തിക്കോ, നിന്റെ പണി നിന്റെ ശരീരത്തിൽ ഇത്ര മതി, നിർത്തിക്കോ എന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളോട് കൽപ്പിച്ചാൽ അതനുസരിക്കും അവന്റെ റബ്ബിനെ. എന്നിട്ടും നമുക്ക് സമയമായിട്ടില്ല.